ഹലോ. അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അപ്പോൾ ഒരുപാട് ബോറടിപ്പിക്കേണ്ട, കാലത്ത് എഴുന്നേറ്റ് ചപ്പാത്തിക്ക് കുഴച്ച് വയ്ക്കുകയാണേ. കാരണം അത് കുറച്ച് നേരം ഇരുന്നാലേ സോഫ്റ്റ് ആവുള്ളൂ. എന്നും ഈ പുട്ടും ദോശയും ഒക്കെ ഉണ്ടാക്കി മടുത്ത് കാണല്ലേ. എന്തോരം പണിയാണ്. ഇതുപോലെ ചപ്പാത്തി ഇങ്ങനെ വേഗം ഉണ്ടാക്കി വയ്ക്കുക കുട്ടികൾക്ക്. എന്നിട്ട് അതിലേക്ക് അവക്കാഡോൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കുറച്ച് സ്വീറ്റ് കോണും വയ്ക്കുക. അവക്കാഡോൻ്റെ പേസ്റ്റിൽ ഞാൻ കുറച്ച് തക്കാളിയും കുറച്ച് സബോള ഇട്ടിട്ടുണ്ട്. വഴറ്റൊന്നും വേണ്ട, പച്ചയ്ക്ക് തന്നെ. എന്നിട്ട് ആ പേസ്റ്റിലേക്ക് കുറച്ച് സ്വീറ്റ് കോൺ വേവിച്ചതുണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക കുട്ടികൾക്ക്. അത് കുറച്ച് കൂടുതൽ പേസ്റ്റും കുറച്ച് കൂടുതൽ സ്വീറ്റ് കോണും വെച്ചോ. അവർക്ക് ഹാഫ് മതിയെന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു ബോയിൽഡ് എഗ്ഗും കുറച്ച് ക്യുക്കുംബറും വെച്ച് കൊടുക്കുന്നുണ്ട് ഇന്ന്. അപ്പോൾ ഇന്ന് ഇതാണ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ്. അതായത് കാലത്ത് എപ്പോഴും നമ്മൾ എപ്പോഴും ഇഡ്ഡലി ദോശയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കും മടുക്കും. എന്നും അത് എഴുന്നേറ്റ് ഓരോ ഡിഷ് ഇങ്ങനെ മാറി മാറി ഉണ്ടാക്കുമ്പോൾ നമുക്കും മടുക്കും. ഇതാകുമ്പോൾ ഭയങ്കര ഈസിയാണ്. ഇനി സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ ഇന്ന് അവർക്ക് വെറുതെ ഒരു സ്വീറ്റ് കോണും ചീസും മാത്രം വെച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ അധികം എന്താ പറയുക, സബോള നമുക്ക് തക്കാളിയൊക്കെ ഇട്ട് അതുപോലെ കുറേ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കും. അതൊന്നും വേണ്ട, ഇങ്ങനെ വെറുത്തൊന്നും ഉണ്ടാക്കി നോക്കും, നല്ല ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് പറ്റിയൊരു അബദ്ധേ, സാൻഡ്വിച്ച് മേക്കറിൽ വെച്ചാൽ മതിയായിരുന്നു. അതിന് പകരം ഞാൻ ഇതിലൊന്ന് വെച്ച് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ട് അതിൻ്റെ മിനിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പക്ഷേ ഞാൻ വെച്ച മിനിറ്റ് തെറ്റിയതുകൊണ്ടോ എന്തോ അതിൻ്റെ കളറ് നല്ല ബ്രൗൺ കളറിൽ വരില്ലേ നമുക്ക് സാൻഡ്വിച്ച്, അതുപോലെ വന്നില്ല. പുറമെ വൈറ്റ് കളർ തന്നെയായിരുന്നു. പക്ഷെ ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടായില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറയുകയാണെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ സാൻഡ്വിച്ച് മേക്കറിലോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ ദോശ പാനിലൊക്കെ ഉണ്ടാക്കുകയായിരിക്കും നല്ലതെന്ന്. ഇനി അബദ്ധം പറ്റില്ല എന്തായാലും. പിന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ചാണ് അവർക്ക്. അപ്പോൾ ബീൻസ് ഉപ്പേരി ഉണ്ടായിരുന്നു, ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾക്ക് ചിക്കൻ്റെ കുറച്ച് ഗ്രേവിയും കുറച്ച് ബീൻസ് ഉപ്പേരി മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അതാക്കി. അപ്പോൾ കുട്ടികൾക്ക് എന്താ പറയുക, നോൺ വെജ് ഒക്കെ കൊണ്ടുപോകാട്ടോ ഇവിടുത്തെ സ്കൂളിൽ. അതൊന്നും പ്രശ്നമില്ല. നമുക്ക് എന്ത് നോൺ വെജും വേണമെങ്കിൽ കൊടുത്തയക്കാം. അവർ പറയും പ്രത്യേകിച്ചിട്ട് ചിക്കനും ഫിഷൊക്കെ കൊടുത്തയക്കുമ്പോൾ മുള്ളുള്ളതും ചിക്കൻ്റെ ബോൺലെസ് ആയിട്ടുള്ളതും മുള്ളുള്ള മീൻ കൊടുത്തയക്കരുത്, അതായത് ഫിഷ് കൊടുത്തയക്കരുത് എന്ന് പറയും. കാരണം അത് തൊണ്ടയിലൊക്കെ ഇരിക്കും, കുട്ടികൾക്ക് അങ്ങനെയുള്ള ടൈം കിട്ടില്ലല്ലോ. ചിക്കൻ ആണെങ്കിൽ ബോൺലെസ് പീസ് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാത്രം പറയാറുണ്ട്. നോൺ വെജൊക്കെ ഇവിടെ അലൗഡാണ്. അപ്പോൾ അതിൽ ടിഫിനും ഒക്കെ ആക്കി അതിൽ കുറച്ച് കെച്ചപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ചൊക്കെ ഇങ്ങനെയാണ്. ചെറിയൊരു മോർണിംഗ് റൂട്ടീനാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ രണ്ട് പേരുടെ ലഞ്ചാക്കാണ്. ഒരത് ചെറിയ ആൾക്കാണ്, പിന്നെ ഒരാൾക്ക് ചോറിൽ തന്നെ ഇട്ട് മിക്സാക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ കറി മിക്സാക്കിയിട്ട് കൊടുത്തയക്കുന്നുണ്ട്. പറയുമ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഡിസ്റ്റർബൻസ് വോയിസ് ഉണ്ടായിരിക്കും. അത് നമുക്കിവിടെ ഫ്ലാറ്റ് ആയതുകൊണ്ട് പിന്നെ കുറച്ച് വണ്ടികളും ഇതൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ പോവും. അപ്പോൾ നമുക്കതൊന്നും റൂം അടച്ചാലും ചിലപ്പോൾ കേൾക്കും, ഇരുന്ന് റെക്കോർഡ് ചെയ്യുമ്പോഴൊക്കെ കേൾക്കും. അപ്പോൾ ഞാനും ഇപ്പോൾ അത് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ക്വിക്കായിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടി നോക്കുകയാണ്. ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ പോവാനുള്ള തിരക്കായി. അപ്പോൾ കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് വിട്ടിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അപ്പോൾ ബൈ, സീ യു.